ഹലോ, വെൽക്കം ബാക്ക്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നീതു. അപ്പം നമുക്കിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, അതായത് ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ റെസിപ്പി കണ്ടാലോ. നമുക്ക് ദോശക്കൂട്ട് ഓൾറെഡി നമ്മളെ കൈമിലുണ്ടെങ്കിൽ ഇതാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അതിനാവശ്യമായിട്ട് ആകെ വേണ്ടത്, നിങ്ങളുടെ കൈമിൽ ഒരു പച്ചക്കറി ഇല്ലെങ്കിലും ഉള്ളി മാത്രമായാലും മതി. ഉള്ളിയും തക്കാളി, ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഉള്ളി, തക്കാളി, ക്യാരറ്റ്, കുറച്ച് പച്ചമുളകും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പം ഞാനൊരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു ക്യാരറ്റ് ഞാൻ ചോപ്പറിലിട്ടിട്ട് നന്നായി കട്ട് ചെയ്തെടുത്തു. ചോപ്പറിലിട്ട് നന്നായിട്ട് കുനുകുനാ അരിഞ്ഞെടുത്തു. അതിലേക്ക് ഉള്ളിയും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. അതേപോലെ തന്നെ തക്കാളിയും നല്ല ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്ത്, പിന്നെ മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. മല്ലിയില ഇട്ട് കൊടുത്ത്, പച്ചമുളക് ഞാൻ ഒന്നേ ഇട്ടിട്ടുള്ളൂ. പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടാം. ഞാൻ പകരം ഇട്ടിട്ടുള്ളത് മുളക് പൊടി. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചൊരു കളർ, കാശ്മീരി ചില്ലിയാണ് ഇട്ടിട്ടുള്ളത്. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് കളർ ആയിക്കോട്ടെ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പണി. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെ പണി. ഇനി നമ്മൾ സാധാ ചുടുന്നത് പോലെ ദോശ ഒന്ന് പരത്തിയെടുക്കുക. ഓക്കെ, ഇനി ദോശ പരത്തിയെടുത്തതിന് ശേഷം ഒരു വെയിറ്റ് ചെയ്യാൻ പാടില്ല. ആ സമയത്ത് തന്നെ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല നന്നായിട്ടൊന്ന് ഇതിലേക്ക് നല്ല രീതിയിൽ, കാരണം നമുക്കിതിന് കറി പ്രത്യേകിച്ച് ആവശ്യമില്ല, അപ്പം നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ദോശ മൊരിഞ്ഞതിന് ശേഷമാണ് ഇടുന്നെങ്കിൽ നമ്മൾ ഈ ആക്കി വെച്ചിട്ടുള്ള മസാല ദോശയിലേക്ക് അങ്ങനെ അങ്ങ് ഒട്ടിപ്പിടിക്കില്ല. ഇത് നമ്മൾ തിരിച്ചിടുമല്ലോ ദോശ എന്തായാലും മൊരിയാൻ വേണ്ടിയിട്ട്. ഈ പച്ചക്കറികളെല്ലാം ഒന്ന് മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ തിരിച്ചിടണം. അപ്പം ഒരു പകുതി ആയതിനു ശേഷം ഇടുന്നെങ്കിൽ ഇത് അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് എല്ലാം ദോശക്കല്ലിലേക്ക് മാറി മാറി വീണു പോകും. അതുകൊണ്ടാണ് ദോശേൻ്റെ മാവ് ഒഴിച്ചപാട് തന്നെ ഈ മസാല ഇടാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ മേലെ ഒരു 1-2 ടീസ്പൂൺ നെയ്യ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കുക. എന്നിട്ട് അത് കുറച്ച് സമയം ഒന്ന് കുക്കാവാൻ വെയിറ്റ് ചെയ്യുക. അടച്ച് വെച്ച് വേവിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ച് വേവിച്ചാലും മതി. ഒരു 1-2 മിനിറ്റ്, അത് 1 മിനിറ്റ് മതിയാവും. ഒന്ന് കുക്കാവുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അത് പിന്നെയും നമ്മൾ മസാല ഭാഗം ഇട്ടതിന് ശേഷം അതും ഒരു 1 മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ മറിച്ചും തിരിച്ചിട്ട് കൊടുക്കുക. ഇത് ലേശം ദോശ അടുപ്പത്തിനാവാൻ കുറച്ച് ടൈം എടുക്കും, കാരണം ഈ മസാല ഒന്ന് നമ്മൾ ഓൾറെഡി മുന്നേ കുക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ടൈം എടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ മസാല. അതായത് മസാല ദോശ എന്നല്ല, നമ്മൾ ഈ ഒനിയൻ ഊത്തപ്പം അല്ലെങ്കിൽ ഒനിയൻ ദോശ എന്നെല്ലാം പറയുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ക്വിക്കായിട്ട് ഉണ്ടാക്കുന്നത്, അതായത് വീട്ടിൽ കറിയൊന്നുമില്ല, സമയമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ ഒരു ഡിന്നർ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.